അള്ളാഹുവിനെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഭയപ്പെടൽ ആവുകയില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ വേറെ ഒരാളെയും ഭയപ്പെടുകയുമില്ല. വേറെയുള്ളവരെ മുഴുവനും ഭയപ്പെടുന്ന നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടുമില്ല. ഒന്നും കൂടെ പറയാം. അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടൽ ആവുകയില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ വേറെ ഒരാളെയും ഭയപ്പെടുകയുമില്ല. വേറെയുള്ളവരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നും ഇല്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഇനി ഒരാളെ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. അത് പുലിയായാലും ഇല്ല, സിംഹമായാലും ഇല്ല. അള്ളാഹു അല്ലാത്ത ആരെയും നാം ഭയപ്പെടേണ്ടതില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ മതി എന്ന് പറയുമ്പോൾ ശ്രോതാക്കളായ ചില ആളുകൾക്കൊരു സംശയം. അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹു അല്ലാത്ത ആരെയും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ ശ്രോതാക്കളായ ചില ആളുകളുടെ സംശയം എന്ത്? അപ്പോൾ മനുഷ്യനെ നാട്ടിൽ പുലി ഇറങ്ങിയാൽ ഭയപ്പെടാറില്ലേ? നാട്ടിൽ സിംഹം ഇറങ്ങിയാൽ മനുഷ്യൻ ഭയപ്പെടാറില്ലേ? കള്ളനെ മനുഷ്യർ ഭയപ്പെടാറില്ലേ? കൊള്ളക്കാരെ ഭയപ്പെടാറില്ലേ? ശത്രുവിനെ ഭയപ്പെടാറില്ലേ? അപ്പോൾ പിന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ മതി, വേറെ ആരെയും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്ത്? കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിലുള്ള ബതീഉൽ ഹറക എന്ന് പറയും. കാര്യങ്ങളെ അവധാനതയോടുകൂടെ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിലുള്ള വൈമുഖ്യമാണ് ഈ ഒരു സംശയത്തിന്റെ തന്നെ അടിസ്ഥാനം. അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് വേറൊരാളെ ഭയപ്പെടേണ്ടതില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നതും അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നതും രണ്ടാണ്. നാം അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നവരാണ്, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരല്ല. ഇനി നമ്മൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഒരവസ്ഥയിലെത്തണം. ആ അവസ്ഥയിലെത്തിയാൽ പിന്നെ ഒന്നിനെയും അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല. എത്തുകയില്ലേ? എത്തും. പണിയെടുത്താൽ എത്തും. അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടാൽ മതി, ഇനി ഒരാളെ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവന്റെ നഫ്സിനെ ഉയർത്തണം. അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെടേണ്ടി വരും. എന്താണ് നമ്മുടെ പ്രശ്നം? നമ്മൾ അള്ളാഹു അല്ലാത്തവരെ ഭയപ്പെടുന്നവരാണ്, ഒരു നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുമല്ല. എന്നാൽ സംസാരത്തിൽ നമ്മൾ എന്ത് പറയും? ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്. അതല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറയുന്നതും അള്ളാഹുവിനെ ഭയപ്പെടുന്നതും രണ്ടാണ്. ഇത് വളരെ ചിന്തിക്കണം. ആ ഭയപ്പെടുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഅയ്യത്ത് ലഭിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സകല സന്തോഷത്തിലും ആയിരിക്കും ആ അടിമ ഉണ്ടാവുക. അടിമക്ക് ഉയരാൻ കഴിയില്ലേ? കഴിയും. പക്ഷെ ഉയർന്നിട്ടില്ലേ? ഉയർന്നിട്ടുണ്ട്. ആരുയർന്നിട്ടുണ്ട്? ലോകത്ത് പല ജാതി കാര്യങ്ങൾ ചെയ്ത് നടന്നിരുന്ന ആളുകൾ, നമ്മളെപ്പോലെ. വളരെ ചിന്തിക്കണം. ബൽഖായിലെ ഭരണാധികാരി, ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം കാലിടർച്ച സ്വാഭാവികമാണ്. ഇതാണ് ഭരണാധികാരികളുടെ അവസ്ഥ. ബൽഖായിലെ ഭരണാധികാരി രാജ്യഭരണവും നായാട്ടും സുഖവും സന്തോഷവുമായി കഴിഞ്ഞിരുന്ന ബൽഖായിലെ ഭരണാധികാരി ഒരു ഉദാഹരണമാണ് ഞാൻ ഈ പറയുന്നത്. നബിയാണോ? അല്ല. നമ്മെപ്പോലെ സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കും അല്ലാഹുവിലേക്ക് ഉയരാൻ കഴിയും. സാധാരണ നബിയാണോ? അല്ല. വലിയ വലിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ചവരാണോ? അല്ല. അങ്ങനെ ആയാൽ വളരെ നല്ലത്. പക്ഷെ അതുമല്ല. പക്ഷേ ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു എന്ന ചിന്ത വന്നു കയറി. ആ
ആ ചിന്ത അതിശക്തായി. പിന്നെ അത് കൽമിനെ മികച്ചു. അപ്പോൾ രാജാധികാരം ഭയമായി, പ്രയാസമായി. അതിനെ ഒഴിവാക്കി, എല്ലാം ഒഴിവാക്കി. ആരാണ് ഒഴിവാക്കിയത്? ബൽഖായിലെ ഭരണാധികാരി, ബൽഖായിലെ ചക്രവർത്തിയായ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. നബിയാണോ? അല്ല. കുട്ടിക്കാലത്തെ ഒരു വലിയായി അറിയപ്പെട്ട ആളാണോ ഇബ്രാഹിം ഇബ്നു അദ്ഹം? അല്ല. ആർക്കും കഴിയും മെനക്കെടണം. അവർക്ക് പുലിയെ പേടിണ്ടാവും. പുലിയല്ല, പുലി നാടാകെ ഇറങ്ങിയാൽ ഒരു പേടിണ്ടാവും. നാട്ടിൽ പുലി ഇറങ്ങിയാൽ പേടിക്കൂലേ? പേടിക്കും. എന്നെ പോലെയുള്ള ആളുകൾ അള്ളാഹുവിനെ പേടിക്കുന്നവർ പേടിക്കൂല. അവർക്ക് കൊമ്പനാനെയും പേടിണ്ടാവില്ല, അവർക്ക് പുലിയെയും പേടിണ്ടാവില്ല, അവർക്ക് ഭരണാധികാരിയെ പേടിണ്ടാവില്ല, അവർക്ക് ആരെയും പേടിക്കില്ല. അവരൊരാളെയും ഭയപ്പെടുകയില്ല. അവരെ ഭയപ്പെടാത്തവരാളും ഉണ്ടാവുകയില്ല. ഞാൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിക്കാം. ഇനി നീ ഇനി ഞാനും നീ തീരുമാനിക്കണം. വളരെ ചിന്തിക്കണം, വളരെ വളരെ ആലോചിക്കണം. ഈ ആയത്തിന് വ്യാഖ്യാനം പറഞ്ഞപ്പോഴാണ് ചില ആളുകൾക്ക് സംശയം വന്നത്. കാര്യങ്ങളെ അള്ളാഹുവിനെ ഏൽപ്പിക്കുക, പിന്നെ പേടിക്കണ്ട, വളരെ ആലോചിക്കുക. അപ്പോൾ സംശയം. ഒരാളത് എഴുതി അറിയിച്ചു. അയാളുടെ ഒരു ഭീരുത്വം കൊണ്ടല്ല, അതിൻ്റെ ഒരു വ്യക്തമായ ഒരു മാന ലഭിക്കാൻ വേണ്ടിയായിരിക്കാം, മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കാൻ വേണ്ടിയായിരിക്കാം. സന്തോഷം. അള്ളാഹുവിനെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ട് ഭയപ്പെടൽ ആവുകയില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ വേറൊരാളെയും ഭയപ്പെടുകയുമില്ല. വേറെയുള്ളവരെ മുഴുവനും ഭയപ്പെടുന്ന നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടിട്ടുമില്ല. ഒന്നും കൂടെ പറയാം. അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയുന്നത് കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടൽ ആവുകയില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ വേറൊരാളെയും ഭയപ്പെടുകയുമില്ല. വേറെയുള്ളവരെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നും ഇല്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഇനി ഒരാളെ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. അത് പുലിയായാലും ഇല്ല, സിംഹമായാലും ഇല്ല. മഹാനായ സയ്യിദ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ താരീഖിൽ നിന്ന് ഒരു വാക്യത്ത് ഈ വിഷയത്തിൽ ഞാൻ ഉദ്ധരിക്കാം. ഇതുപോലെ അനവധി സംഭവങ്ങൾ മഹാന്മാരുടെ ജീവിതത്തിലുണ്ട്. ചിന്തിക്കും. ഒരു സംഘത്തോടു കൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. ഫഇദൽ അസദു അല ത്വരീഖി, അങ്ങനെ വഴിയിൽ സിംഹത്തെ കണ്ടു. യാത്രാ സംഘം വരുമ്പോൾ നേരെ വഴിയിൽ സിംഹം. ഫതഖദ്ദമ ഇലൈഹി ഇബ്രാഹിം, ആളുകളൊക്കെ പകച്ചല്ലോ. വേറെ വിശദമായ താരീഖ് ഈ വിഷയത്തിൽ ഞാൻ വേറെയും കണ്ടിട്ടുണ്ട്. വലിയ മഹാന്മാർ പലരും ഇതിനെ വിശദമായി രേഖപ്പെടുത്തിയ സംഭവങ്ങൾ കാണാം. മഹാനായ ഹാഫിദ് ഇബ്നു കസീറിനെ പോലെ അൽബിദായിലും മറ്റുമൊക്കെ വിശദമായ ചർച്ചകൾ കാണാം. പല സ്ഥലങ്ങളിലുമുണ്ട്. മഹാനായ ഈ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ സിംഹം. യാത്രക്കാർ ഭയചകിതരാകുമല്ലോ, സ്വാഭാവികമല്ലേ. ചിന്തിക്കണം, എങ്ങനെ യാത്രാ സംഘത്തിന് പിന്നെ ശ്വാസം ഉണ്ടാവില്ലല്ലോ. എന്തുകൊണ്ട്? നേരെ സിംഹം മുന്നിൽ. എങ്ങനെ യാത്രാ സംഘം മുന്നോട്ട് പോകും? അപ്പോൾ എന്താ സംഭവിച്ചത്? ഫതഖദ്ദമ ഇലൈഹി ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു നേരെ ആ യാത്രാ സംഘത്തെ വഴിയിൽ നിർത്തി മുന്നോട്ട് പോയി. നേരെ മുന്നോട്ട് യാത്രാ സംഘത്തെ നിർത്തിയിട്ട് നേരെ മുന്നോട്ട് നടന്നു. ഫതഖദ്ദമ ഇലൈഹി, ആ സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു മഹാനായ സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഫഖാല ലഹു, എന്നിട്ട് സിംഹത്തോട് പറഞ്ഞു, യാ കസ്വറ, ഏ സിംഹമേ, ഇൻ കുൻത ഉമിർത ഫീനാ ബിശൈഇൻ ഫഅംലി ലിമാ ഉമിർത ബിഹി, ഞങ്ങളെ എന്തെങ്കിലും ചെയ്യണമെന്ന് നിന്നോട് കൽപ്പന ഉണ്ടെങ്കിൽ ചെയ്തോ. ഇൻ കുൻത ഉമിർത ഫീനാ,
ബിശൈഇൻ ഫംളി ലിമാ ഉമിർത ബിഹി. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നൊരു കൽപ്പന നിനക്കുണ്ടെങ്കിൽ ചെയ്തളാ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. എന്തെങ്കിലും ചെയ്യണമെന്ന് ഇലാഹിയായ നിർദ്ദേശം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വമാമിൻ ദാബത്തിൻ ഇല്ലാഹു ആഖിദുൻ ബിനാസിയതി. ഏതൊരാളെ മൂർത്താവിലും അള്ളാന്റെ കൈയുണ്ടാവും. അത് സിംഹത്തിന്റെ മൂർത്താവിലുണ്ടാവും, ആനയുടെ മൂർത്താവിലുണ്ടാവും, ആരെ മൂർത്താവിലുണ്ടാവും, അള്ളാന്റെ കൈയുണ്ടാവും. വമാമിൻ ദാബത്തിൻ, ഒരു മൃഗവുമില്ല, ഇല്ലാഹു ആഖിദുൻ ബിനാസിയതിഹി, ഏതൊരു മൃഗവുമില്ല അതിന്റെ മൂർത്താവിൽ അള്ളാഹു പിടിച്ചിട്ടല്ല ഒരാളുമില്ല, മനുഷ്യനുമില്ല, മറ്റുള്ളവരുമില്ല. ചിന്തിക്ക്. അതല്ല ഇല്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് നിനക്ക് കൽപ്പനയില്ലെങ്കിൽ നീ നിന്റെ വാസസ്ഥലത്തേക്ക് തിരിച്ചു പോവുക. ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങൾ വഴിയാത്രക്കാരാണ്. അല്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഇന്ന് നിനക്കുള്ള പഠിച്ചോന കൽപ്പനയെങ്കിൽ അള്ളാന്റെ കളായി ഞങ്ങൾ വിട്ടുകൊടുത്ത് കഴിഞ്ഞോ, പ്രശ്നമില്ല. മനസ്സിലായില്ല? ഞങ്ങളൊന്നും ചെയ്യരുത് എന്നല്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ഇന്ന് നിനക്ക് തീരുമാനം അള്ളാഹ് വിധി ഉണ്ടെങ്കിൽ ഞങ്ങളെ കളായി ഇന്ന് അതാന്ന് വിചാരിക്കും, എന്നാ ചെയ്തോട്. ഇല്ല, ഞങ്ങളെ ചെയ്യണമെന്ന് ഒരു വിധി നിനക്ക് ഇന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ നീ എവിടെ നിന്നാണോ വരുന്നത് അവിടേക്ക് തിരിച്ചു പോകാൻ നിന്റെ വാസസ്ഥലത്തേക്ക് വഴിയാണ്, ഞങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്. പിന്നെ അപ്പൊ എന്താ ഉണ്ടായത്? അപ്പോൾ സിംഹം പിന്തിരിഞ്ഞു പോയി. അതിന്റെ വാലിനെ ഇങ്ങനെ വാലിട്ടടിച്ചോണ്ട്, അതിന്റെ വാലിങ്ങനെ അടിച്ചോണ്ട് അത് ഉണങ്ങിപ്പോയി. പിന്തിരിഞ്ഞു പോയി. വെച്ചോർത്താൻ അറിയോ സംഭവം? വേറെ ചിന്തിക്ക്. ثم أقبل إبراهيم رضي الله عنه على من معه. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തന്റെ ആളുകൾ അടുത്തേക്ക് തിരിച്ചു വന്നു. ഫഖാല, എന്നിട്ട് പറയുകയും ചെയ്തു, ഖൂലൂ, ഇനി നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഇങ്ങനെ പറയുക. എങ്ങനെ? അല്ലാഹുമ്മ റാഇനാ ബിഐനിക അല്ലതി ലാ തനാം വക്നിഫ്നാ ബികനഫിക അല്ലതി ലാ യുറാം വർഹംനാ ബിഖുദ്റതിക അലൈനാ ലാ നഹ്ലികു വഅൻത റജാഉനാ യാ അല്ലാഹ് യാ അല്ലാഹു യാ അല്ലാഹ് അല്ലാഹുമ്മ റാഇനാ ബിഐനിക അല്ലതി ലാ തനാം. ഒരിക്കലും ഉറങ്ങാത്ത കണ്ണുകൾ കൊണ്ട് നീ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കണം. അല്ലാഹ്, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തിരിച്ചു വന്ന ആളുകളോട് പറഞ്ഞു, ഏത് ഒരു പ്രതിബന്ധം നേരിട്ടാലും അള്ളാഹനെ പേടിക്കുന്നവരെ ആരോട് പറഞ്ഞാൽ മതി? പറ, അള്ളാഹിനോട് പറഞ്ഞാൽ മതി. എങ്ങനെ പറയാ? അല്ലാഹുമ്മ റാഇനാ ബിഐനിക അല്ലതി ലാ തനാം. ഒരിക്കലും ഉറങ്ങാത്ത കണ്ണുകൾ കൊണ്ട് നീ ഞങ്ങളെ നോക്കണം, നോക്കിക്കൊണ്ടിരിക്കണം. നിന്റെ കണ്ണ് ഒരിക്കലും ഉറങ്ങാത്ത കണ്ണല്ലേ, നോക്കിക്കൊണ്ടിരിക്കണം. ഒരാൾക്കും എത്തിച്ചേരാൻ കഴിയാത്ത, ഒരാൾക്കും ഭേദിക്കാൻ കഴിയാത്ത സംരക്ഷണം കൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കുകയും. ഒരാൾക്കും ഭേദിക്കാനോ ഉദ്ദേശിക്കാനോ പോലും കഴിയാത്ത സുരക്ഷിതത്വം കൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണം. അള്ളാഹു സുരക്ഷിതത്വം നിന്നാൽ പിന്നെ അത് ഭേദിക്കാൻ ഒരാൾക്കും കഴിയില്ല. പിന്നെ വർഹംനാ ബിഖുദ്റതിക അലൈനാ ലാ നഹ്ലകു വഅൻത റജാഉനാ. നിന്റെ ഖുദ്റത്ത് കൊണ്ട് നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ റബ്ബേ, അപ്പോൾ ഞങ്ങൾ നശിച്ചു പോവുകയില്ല. നീ ആണ് ഞങ്ങളുടെ പ്രതീക്ഷ, നീ അല്ലാതെ ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. ഖാല ഖലബ് ബിൻ തമീം റളിയല്ലാഹു അൻഹു ഖാദിമാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ഖലബ് ബിൻ തമീം റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാ സിൽതു അഖൂലുഹാ മുൻദു സമിഅതുഹാ. ഞാനത് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് കേട്ടത് മുതൽ ഞാനത് മനഃപ്പാടമാക്കിയിട്ടുണ്ട്, പറയാറുമുണ്ടായിരുന്നു. ഫമാ അറള ലീ ലിസുൻ വലാ ഗൈറുഹു. എൻ്റെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട ഒരു സംഗതി എനിക്കുണ്ടായിട്ടില്ല. എനിക്കൊരു ഭയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒന്നിനെ ഭയപ്പെടേണ്ട ഒരു സമയം എനിക്ക് ജീവിതത്തിൽ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ബഹുമാനപ്പെട്ട ഖലഫ് ബിൻ തമീം റളിയല്ലാഹു അൻഹു പറയാണ്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ആ പറഞ്ഞ സദസ്സിൽ
ആ വിഷയം ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഞാൻ കേട്ടു. അന്ന് മുതൽ അവരുടെ ഖാദിമ ഇബ്രാഹിം ആദം റളിയല്ലാഹുവിന്റെ ഖാദിമാണ് ഖലഫ് ഇബ്നു തമീം റളിയല്ലാഹു അൻഹു. അവർ പറയാണ് ഫമാസിൽതു അഖൂലുഹാ മുൻദു സമിഅതുഹാ, അത് കേട്ടത് മുതൽ ഞാൻ അത് മനഃപ്പാഠമാക്കി പഠിച്ചു. പിന്നെ ഞാൻ പറയാൻ തുടങ്ങി. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ റാഇനാ ബിഐനികല്ലതി ലാ തനാം വകരിഫ്നാ ബികനഫികല്ലദീ ലാ യുറാം വറഹംനാ ബിറഹ്മതിക അലൈനാ ലാ നഹ്ലക് വഅൻത റജാഉനാ യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ് എന്ന് പേടിക്കണ്ട. ഇത് സിംഹത്തോട് പോയി പറയുക. ആരാ പറയുന്നത്? ഒരു മനുഷ്യൻ. നബിയാണോ? അല്ല. ആരായിരുന്നു? ഒരു സാധാരണ ജീവിതം ജീവിച്ചിരുന്ന ഒരാളായിരുന്നു ഈ മനുഷ്യൻ. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? ആരായിരുന്നു? ബൽഖയിലെ ഭരണാധികാരി. രാജഭരണവും നായാട്ടും സുഖവും സന്തോഷം അങ്ങനെ അങ്ങനെ കഴിഞ്ഞുകൂടിയിരുന്ന മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യൻ അള്ളാഹിനെ ഭയപ്പെട്ടു. ഒരു കാലത്ത് അള്ളാഹിനെ ഭയപ്പെട്ടു എന്ന് പറയലായിരുന്നു. പിന്നെ അള്ളാഹുവിനെ ഒരു കാലത്ത് അള്ളാഹിനെ ഭയപ്പെട്ടു എന്ന് പറയലായിരുന്നു. പിന്നെ എന്തായി? ഭയപ്പെട്ടപ്പോഴോ സിംഹം പോലും പ്രശ്നമില്ല. ചിന്തിക്ക്. മഹാനായ സഫീന റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് കാണാം. ആരാണ് സഫീന റളിയല്ലാഹു അൻഹു? ബഹുമാനപ്പെട്ട സ്വഹാബി റസൂലുള്ളാഹ്, മുത്ത് റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽപ്പെട്ട സഫീന റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം താരീഖിലുണ്ട്. എന്താ? ഒരു സ്വഹാബി ഇതേപോലെ ഒരു അവസ്ഥയുണ്ടായി. ഒരു യാത്രക്കടയിൽ, മരുഭൂമിയിലല്ലേ അവരൊക്കെ യാത്ര ചെയ്യുക, യാത്രക്കടയിൽ സിംഹം ഒറ്റക്ക്. അപ്പോൾ സിംഹത്തോട് പറഞ്ഞു, സിംഹമേ അന്ത കൽബും മിൻ കിലാബില്ലാഹ്, നീ ഒരു നായയാണ്. അന മൗല റസൂലില്ലാഹ്, ഞാൻ മുത്തുനബിയുടെ ഖാദിമുമാണ്. മര്യാദയ്ക്ക് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഇജും ഞാനും ആരാണ്? ഇജും ഞാനൊന്ന് മനസ്സിലാക്കണം. അന്ത കൽബും മിൻ കിലാബില്ലാഹ്, നീ മരുഭൂമിയിൽ വേട്ടയാടി പിടിക്കുന്ന ഒരു നായാണ്. വഅന ഖാദിമു റസൂലില്ലാഹ്, ഞാൻ റഹ്മത്തുൽ ലിൽ ആലമീന് സേവനം ചെയ്ത് നടന്ന ആളാണ്. പിന്നെന്താണ്ടായത്? താരീഖിൽ കാണാം. പിന്നെ ഒരു ഖറിയയിൽ എത്തുന്നത് വരെ ഫമശാ മഅഹു, ഈ സിംഹം ഈ സ്വഹാബിയുടെ കൂടെ നടന്നു. യഹ്ഫളുഹു വയഖീഹി, ഈ മൃഗം പിന്നെ ഈ മഹാന്റെ ഈ സ്വഹാബിയുടെ കൂടെ നടന്നു, മറ്റുള്ള ജീവികളിൽ നിന്ന് സംരക്ഷിച്ചുകൊണ്ട്. ഒരു നാട്ടിലെത്തുന്നത് വരെ പിന്നെ അതിന്റെ വായിലിട്ടടിച്ച് അതൊരു യാത്രാമംഗളവും പറഞ്ഞ് തിരിച്ചു. അല്ലാഹ് അല്ലാഹ് അല്ലാഹു 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 അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ചിന്തിക്കണം. അള്ളാനെ പേടിച്ചെന്ന് പറയുക, ദുനിയാവുള്ളവരൊക്കെ പേടിച്ച് നടക്കുക. എങ്ങനെ അള്ളാനെ പേടിയാവുക? അതെങ്ങനെ അള്ളാനെ പേടിയാവുക? പേടിക്കേണ്ട, അള്ളാഹുവിനെ പേടിക്കേണ്ട ഒരവസ്ഥ. അള്ളാഹു മഹാനായ സയ്യിദ് മൂസ, ഉറക്കെ പറ, സയ്യിദ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറഞ്ഞില്ലേ, ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്വാ. മൂസാ നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ഹാറൂനോടും അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ രണ്ടാളും എന്ത് ചെയ്യണം? നിങ്ങൾ ഫിറഔന്റെ അടുത്ത് പോകണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, എന്നിട്ട് അവൻ നല്ല വാക്ക് പറഞ്ഞ് അവൻ ഉപദേശിക്കാൻ നോക്കുക. അപ്പോൾ മൂസാ നബി പറഞ്ഞു, എന്താ? ഇന്നനാ നഖാഫു,
ഞങ്ങൾക്ക് പേടിയാണ്. അവൻ ഞങ്ങളെ മേൽ ചാടി വീഴുമെന്നോ, അവൻ ധിക്കാരം പ്രവർത്തിക്കുന്നതും ഞങ്ങൾക്ക് പേടിയാണ്. അല്ലാഹു പറഞ്ഞു ലാ തഖാഫാ ഇന്നി മഅകുമാ. എന്തിനു പേടിക്കണ്? ഞങ്ങളൊപ്പല്ലേ. ലാ തഖാഫാ, പേടിക്കണ്ട, പേടിക്കണ്ട. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്ദർഭത്തിൽ സാധാരണ അഭിമുഖീകരിക്കുന്ന ഒരു വസ്തുവിനെ, ഒരു ജീവിയെ, ഒരു ഭയപ്പാടുള്ള കാര്യത്തെ കണ്ടാൽ ഒരു സെക്കൻഡിൽ മനുഷ്യാവസ്ഥയിൽ വരിക സ്വാഭാവികമാണ്. പക്ഷേ മുഅ്മിൻ ആ സമയത്ത് പിന്നെ റിക്കവർ ചെയ്യും. പേടിക്കണ്ട, പേടിക്കും വേണ്ടി. മനസ്സിലായില്ലേ? സിംഹമാണല്ലോ അത് എന്ന് ഇബ്രാഹിമിനും അദ്ഹമിനും തോന്നും. അതൊരു സെക്കൻഡാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ എന്ത് പേടിയാണ്? എന്താ പേടിക്കുന്നത്? കൊല്ലുന്നതല്ല, മൂസാ നബിയുടെ പേടി കൊല്ലും എന്നതല്ല, പിന്നെന്റെ റിസാലത്ത് ഏൽപ്പിച്ചതാണ്. അവൻ മുൻകോപ്പിയാണ്. മനസ്സിലായില്ലേ? ഫറുത്ത് എന്ന് പറഞ്ഞാൽ അവൻ മുൻകോപിയായി ചാടും. ഫിർഔൻ മുൻകോപിയ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഫിർഔൻ മുൻകോപിയ. അതുകൊണ്ട് പരിശുദ്ധ ദീനീ ദഅവത്ത് നടത്താൻ അവൻ സമ്മതിക്കുകയില്ല. കാര്യങ്ങളെ വ്യക്തമായി പറഞ്ഞത് കേൾക്കാനുള്ള ക്ഷമയും അവൻ ഉണ്ടാവുകയില്ല. അവൻ കൊല്ലുന്നതല്ല പ്രശ്നം, എന്നെ ഏൽപ്പിച്ച പണിയെടുക്കാൻ സമ്മതിക്കൂല. മൂസാ നബി പേടിച്ചില്ലേ? മൂസാ നബി പേടിച്ചത് കൊല്ലുന്നുള്ള പേടിയല്ല. മനസ്സിലായോ? മൂസാ നബി അല്ലാഹു തആല ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ പണി? അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് കാണുന്ന മാത്രമേ തന്നെ മുൻകോപിയായി എടുത്തു ചാടുന്നവനോട് എങ്ങനെ പഠിച്ചവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ കൊല്ലുന്നത് മൂസാ നബിക്ക് പേടിയില്ല, മരിക്കുന്നത് മൂസാ നബിക്ക് പേടിയില്ല. അതൊന്നും മൂസാ നബി പേടിയില്ല. മരുഭൂമിയിൽ ഏകാന്തപതികനായി വരുന്ന ഒരു മനുഷ്യന് എന്ത് പേടിയാണ്? അങ്ങനെയല്ലേ അങ്ങോട്ട് പോയത്? എത്ര കിലോമീറ്റർ? ഈ പറയുന്ന എല്ലാ ഹിംസ്ര ജന്തുക്കളും ഉള്ളതാണ് സിനായ് മരുഭൂമി ഇന്നും. അപ്പോൾ പിന്നെ അന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഇതെന്നാ ഇത് ഏകദേശം 3500 കൊല്ലം മുമ്പാണ് ഈ സംഭവം. ഇന്ന് പോലും വേട്ടമൃഗങ്ങളുള്ള ഏരിയയാണ്. കാട്ടുമൃഗങ്ങളും മരുഭൂമിയിലെ ഭയാനകമായ മൃഗങ്ങളുമുള്ള ഏരിയയാണ് ആ ഏരിയ. ഇന്നത്തെ ഈ പരിഷ്കൃത ലോകത്ത് 3500 കൊല്ലം മുമ്പ് അതിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആളാ സയ്യിദ് മൂസാ അലൈഹിസ്സലാം. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ ഭാര്യ അങ്ങോട്ട് തിരിച്ചു വരിക. ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്വാ. കാര്യം പറഞ്ഞാൽ കേൾക്കുന്ന ക്ഷമ അവനുണ്ടാവില്ല. മരിക്കണമെല്ലോ ഒന്ന് പേടി മൂസാ നബിക്കില്ല. സയ്യിദ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്കാൾ ഈ മാർഗത്തിലെ മാതൃകയോഗ്യനായ മൂസാ നബിക്കോളും മാതൃകയോഗ്യനായ ഒരാളുണ്ടല്ലേ, മുഹമ്മദ് മുസ്തഫ. എന്താ അവസ്ഥ? വാള് പിടിച്ച വേട്ടക്കാരൻ വാള് പിടിച്ചിട്ട് മലപേടനായ ധിക്കാരിയായ ആള് തന്റെ വാള് പിടിച്ചിട്ട് ശരീരത്തിൽ കുത്തിയിട്ട് ചോദിച്ചു, യാ മുഹമ്മദു മയഅസിമുക മിന്നീ, ആരാ നിന്നെ സംരക്ഷിക്കുക? കിടക്ക മുഹമ്മദ് മുസ്തഫ. തീർച്ചയായിട്ടും പറഞ്ഞു, അല്ലാഹ് നിന്നെ ആരാ സംരക്ഷിക്കുക? ഫഖാല അല്ലാഹ്. ഞാൻ പറയുന്നത് സ്വാഭാവികമായി മനുഷ്യർക്ക് ഒരു ഭയപ്പാട് കണ്ടാൽ ഭയം തോന്നാം. അതുപോലും അമ്പിയാക്കൾക്ക് ഉണ്ടാവില്ല. അമ്പിയാക്കൾ അതിനേക്കാൾ ഉയർത്തപ്പെട്ടവരായിരിക്കും. നമ്മൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന നമ്മളെപ്പോലത്തെ ആളുകൾക്ക് അങ്ങനെ ഭയപ്പെട്ടാൽ ഒരു സെക്കൻഡിൽ കൊള്ളിയാൻ മിന്നാം. പക്ഷേ അത് അവിടെ അടങ്ങും. പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? അപ്പോഴത്തിന് പിക്കപ്പായി വരും. അവന്റെ മൂർത്താൻ അള്ളാന്റെ കയ്യുണ്ട്, അതിന്റെ മൂർത്താവിന് അള്ളാന്റെ കയ്യുണ്ട്. മനസ്സിലായോ? ചിന്തിക്ക്. പറഞ്ഞല്ലോ, നിന്നെ ഞങ്ങളെ കൊന്നു തിന്നിട്ട് ഇന്ന് ഭക്ഷണമാക്കണമെന്നാണ് നിന്റെ തീരുമാനം, നിനക്ക് ഇന്നത്തെ കൽപ്പന എങ്കിൽ ചെയ്തളാ.
ഇല്ല. ഇല്ലെങ്കിലോ തിരിച്ചു പോ, ഞങ്ങൾക്ക് പണിയെടുക്കണം, ഞങ്ങൾ പഠിക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. വിവരമില്ലാത്തവൻ, അള്ളാഹുവിനെ അറിയാത്തവൻ ചോദിക്കും, സിംഹത്തിന് അറബി അറിയോ, മലയാളം അറിയോ? സിംഹം അംഗനവാടി ചേർത്തിരുന്നോ? സിംഹത്തെ നഴ്സറിയിലാക്കിയിട്ടുണ്ടോ? എഞ്ചുമടി പഠിച്ചിട്ടുണ്ടോ? അവരോട് മറുപടി ഇല്ല. ആ ക്ലാസ്സിലേക്ക് ഇറങ്ങി നടക്കുന്ന ചില വിട്ടികളുണ്ട്, അവരോട് ഇവിടെ മറുപടി ഇല്ല. ഇവിടെ മുഅ്മിനീങ്ങളോടുള്ള സംസാരം. പേടിക്കണ്ട. മനസ്സിലാവേണ്ട പറഞ്ഞു, ഈ ലോകത്ത് നടക്കാനുള്ളത് നടക്കും. എന്താണെന്നാൽ എന്താ? നടക്കാനുള്ളത് നടക്കും. അത് എന്താണെന്നാലും വേണ്ടിയില്ല. തവക്കൽ അലർ റഹ്മാനി ഫീ കുല്ലി ഹാജതി അറത ഫഇന്നല്ലാഹ യഖ്ലി വയഖ്ദിറു മതാ മാ യുരിദു ദുൽ അർശി അംറൻ ബിഅബ്ദിഹി യുസിബുഹു വമാ ലിൽ അബ്ദി മാ യതഖയ്യറു وقد يهلك الإنسان من وجه أمنه وينجو بإذن الله من حيث يحذر. അതിമനോഹരമായ ഒരു കവിത കേട്ടോളൂ, ചിന്തിക്ക്. തവക്കൽ അലർ റഹ്മാനി ഫീ കുല്ലി ഹാജതി അറത ഫഇന്നല്ലാഹ യഖ്ലി വയഖ്ദിറു. തവക്കൽ അലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ മേൽ നീ തവക്കലാക്കുക. ഫീ കുല്ലി ഹാജത്തിൻ അറത്ത, നീ ഉദ്ദേശിക്കുന്ന ഏത് കാര്യത്തിലും. മനസ്സിലായില്ലേ? നമ്മളെ ഉയർത്തിക്കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉയരാൻ കഴിയും. പേടിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാം. ഈ ക്ലാസ്സിന് 102ാമത്തെ ക്ലാസ്സായത്. ഈ ക്ലാസ്സിലെ സ്ഥിരം പഠിതാക്കളാണ് നിങ്ങൾ. കുറച്ചാളേൽ ലോക്ക്ഡൗണും പ്രയാസവും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ പ്രയാസങ്ങളെല്ലാം ഉണ്ട്. ശരി, ഈ 101 ക്ലാസ്സിൽ പങ്കെടുത്തവരും ഈ കൂട്ടത്തിലുണ്ട്, കേട്ടവരുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ക്ലാസ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പുള്ള മനസ്സാണോ ഇപ്പം നിങ്ങളെ മനസ്സ്? ആണോ? വല്ലേ പറ, മാറിയിട്ടില്ലേ? എന്താണ്? അങ്ങനെയല്ല, എനിക്ക് മാറ്റം വന്നിട്ടില്ല. പൂർണ്ണമായി മാറിയെന്നല്ല, പോയിക്കൊണ്ടേ അള്ളാഹു എത്തിച്ചേരട്ടെ. അള്ളാഹു നമ്മളെ എത്തിച്ചേരട്ടെ. മനസ്സിലാണ്ടോ പറഞ്ഞത്? പേടിക്കണ്ട. ഒന്ന് പേടിക്കണ്ട. ഇത് നമ്മളെ കൈ പിടിച്ചുയർത്തേണ്ടവൻ ആരാണ്? അള്ളാഹുവാണ്. നമ്മളെ കാര്യം അള്ളാഹ്ക്ക് നമ്മൾ ഏൽപ്പിച്ചതുമാണ്. ആത്മാർത്ഥമായി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രഭാഷണത്തിന് സംശയം ചോദിച്ചാൽ ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട. ഒരു പേടിയും വേണ്ട. പക്ഷേ ഞാൻ അള്ളാഹിനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാ പോരാ, ഏൽപ്പിക്കണം. മനസ്സിലായോ? ഇനി ഉയരണം, ഇനി ഉയരും. പേടിക്കണ്ട. അല്ലാഹു 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 അലൈഹി തവക്കൽ വല്ലാഹ് അല്ലാഹു അല്ലാഹു. അലൈഹി തവക്കൽ വല്ലാഹ് അല്ലാഹു അല്ലാഹു. മനസ്സ് തുറന്നിട്ട് ചെല്ല്. മനസ്സ് തുറന്ന് ചെല്ല്. അല്ലാഹു 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 അലൈഹി തവക്കലു. പേടിക്കണ്ട. ഈ ലോകം മുഴുവൻ നിന്നെ ഒഴിവാക്കിയാൽ നിനക്ക് റബ്ബുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഒരു സുഖം ലോകം എല്ലാവരും നമ്മൾ ഒഴിവാക്കുമ്പോഴാണ്. ലോകം നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ നേരത്തെ തന്നെ അള്ളാഹുവിൽ എത്തിച്ചേരും. നമ്മൾ അള്ളാഹു അല്ലാത്തവർ നമ്മൾ ഒഴിവാക്കുമ്പോഴേ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ എത്തിച്ചേരുള്ളൂ. എന്നിട്ട് അതിന്റെ സുഖം നമ്മൾ മനസ്സിലാക്കും. മനസ്സിലായോ? പറഞ്ഞു. അങ്ങനെയും വേണം മനുഷ്യന്റെ ജീവിതത്തിൽ. അങ്ങനെയൊക്കെ വേണം. മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും സ്വീകാര്യത ഉണ്ടാവാൻ പാടില്ല, അസ്വീകാര്യതയും വേണം. മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. മറുപടി പറയാനില്ല.
സ്വീകാര്യതയുടെ മദീന മാത്രം പോരാ, അസ്വീകാര്യതയുടെ ത്വായിഫും വേണം. അസ്വീകാര്യതയുടെ ത്വായിഫിന്റെ വലിപ്പം വളരെ ഗൗരവമാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക മുത്തുനബിയിലാണ്. പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്, എവിടെയും സ്വീകാര്യത ഉണ്ടായാൽ അത് ആ മനുഷ്യന്റെ വളർച്ചയ്ക്ക് മുരടിപ്പുണ്ടാവും. അഗ്നി ഉണ്ടായതുകൊണ്ടാണ് ഇബ്രാഹിം ഉണ്ടായത്, ഫിറഔൻ ഉണ്ടായതുകൊണ്ടാണ് മൂസയായത് അലൈഹിസ്സലാം. വെറുതെ ഇരിക്കല്ല, ചിന്തിക്ക്. നാടാകെ പ്രസംഗിച്ച് നടന്നിരുന്ന ഒരു കാലത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പ്രസംഗം ഒരു സമയത്ത് നിലച്ചു. അപ്പോൾ എന്നെ കളിയാക്കി ഒരാൾ ഒരു കത്തയച്ചു എന്റെ വീട്ടിലേക്ക്, എന്റെ അകത്തില്. ഇപ്പോൾ ഊതി വീർപ്പിച്ച ബലൂണ് പൊട്ടിയതുപോലെ ആയല്ലോ. മറുപടിയില്ല, അവർക്കൊന്നും മറുപടിയില്ല. അവർക്ക് മറുപടി കാലം നൽകും. ഒരു മനുഷ്യന് സ്വീകാര്യത മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ അതവന്റെ മുരടിപ്പാണ്. അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ജനം ഒഴിവാക്കുമ്പോഴാണ് അല്ലാഹുവിനെ തിരിച്ചറിയാൻ നമ്മളെപ്പോലത്തെ ഒരു ആരിഫ്യങ്ങൾ നേരത്തെ അറിയും. നമ്മൾ ആരിഫല്ലല്ലോ, നമ്മൾ നാടനല്ലേ. ചിന്തിക്കും. എടാ, എല്ലാരും ഒഴിവാക്കിയാൽ അതൊരു മനുഷ്യൻ നാശാണോ? അയ്യയ്യേ, എന്റെ വീട്ടിലേക്ക് ഒരാൾ എന്റെ അഡ്രസ്സിൽ കത്തയച്ചു, ഫ്രം അഡ്രസ് ഇല്ല. ഈ ഫ്രം അഡ്രസ് ഉണ്ടെങ്കിലും അതിന് മറുപടിയില്ല. ഇപ്പോൾ ഊതി വീർപ്പിച്ച ബലൂൺ കുത്തിപ്പൊട്ടിയതുപോലെ ആയല്ലോ. അല്ലാഹുവിന്റെ അടിമക്ക് ഭൂഗോളം മുഴുവനും ഒഴിവാക്കിയാൽ എന്തടാ? ഈ ഭൂഗോളം മുഴുവനും ഒഴിവാക്കിയാൽ അല്ലാഹുവിന്റെ അടിമക്ക് എന്ത്? അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹുവിനെ തിരിച്ചറിയാനുള്ളൊരു അവസരമാണത്. നമ്മളെപ്പോലത്തവർ വിവരമില്ലാത്തവരാണ് ആരിഫീങ്ങളല്ല. 4 അറബി അക്ഷരം അക്കല കൊക്കല എന്ന് മായന വെച്ചതുകൊണ്ട് ആരിഫാവുകയില്ല. തലേക്കെട്ടിന്റെ വലിപ്പം കൂടിയതുകൊണ്ട് ആലിമാവുകയില്ല. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞാൽ അൽ ഉലമാഉ വറസത്തു അഹ്ലി ദുനിയ എന്നല്ല എന്റെ മായന. അമ്പിയാക്കളുടെ വാരിസ്യങ്ങളാണ്. അമ്പിയാക്കളുടെ ഖൽബിൽ അല്ലാഹു അല്ലാതെ വേറൊരാളും ഇല്ല. ഈ അവസ്ഥയിലേക്ക് അബ്ദ് ഉയർത്തപ്പെടുമ്പോഴാണ് ആ അബ്ദ് നാഫിഅ ഇൽമുള്ളവനാവുക. നമ്മൾ ഉയർത്തപ്പെട്ടു എന്നല്ല, പക്ഷേ ചില തിക്താനുഭവങ്ങൾ നമുക്ക് അല്ലാഹു വഴി തുറന്നതിന് കാരണവും. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? നാട്ടുകാരൊക്കെ സ്വീകരിച്ചാൽ അന്ന് നിനക്ക് നേട്ടല്ലേ? എവിടെയും സ്വീകാര്യത, എവിടെയും കോഴിയിറച്ചി, എവിടെയും അംഗീകാരം, എവിടെയും ദഫ്മുട്ടി പാട്ടുപാടി കേറ്റിക്കൊണ്ടു പോകുന്നൊരു മനുഷ്യൻ തകർന്നു പോയിട്ടുണ്ടാവും. കൽബ് തകരും, അനാനിയറ്റ് കൂടും, അഹങ്കാരം വർദ്ധിക്കും. വാക്കിലും പ്രവൃത്തിയിലും അഹങ്കാരം ഉണ്ടാവും. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, ഇന്നെപ്പോലത്തെ വിവരമില്ലാത്തവരങ്ങനെയാണ്. നാട്ടുകാർ മുഴുവനും ദഫടിച്ച് പാട്ടുപാടി കൊണ്ട് നടന്നാലും അഹങ്കാരം വരാത്ത സ്വാധീനങ്ങളില്ലേ, ആലിമ്യങ്ങളില്ലേ? അങ്ങനത്തെ ഒരു ഇന്നുമില്ലേ? അതൊക്കെ ഉണ്ടാവും. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. ഞാനൊരു വിവരമില്ലാത്ത മനുഷ്യനാണ്. എനിക്ക് ജനങ്ങൾ പൊന്തിക്കുമ്പോഴത്തേന് പൊന്തിപ്പോവും. അപ്പൊ പാറമ്മലേക്ക് ജനങ്ങൾ വലിച്ചെറിയണം. അപ്പോഴേ കുറച്ച് ചണ്ടി വേദനയാവുമ്പോഴേ അള്ളാനെ അല്ലോ മേപ്പെട്ട് പൊക്കുള്ളൂ. ചിന്തിക്കണം. അയ്യയ്യേ, ചിന്തിക്കണം. എല്ലാവർക്കും വേണ്ടി പറയാണ്. ഇതിൽ ചിന്തിക്കാൻ എല്ലാവർക്കും ഉണ്ട്.